പായം ഈസ്റ്റ് റബ്ബർ കർഷക സംഘത്തിന്റെ 2025-26 വർഷത്തെ ജനറൽ ബോഡിയും കർഷക ജനസമ്പർക്ക പരിപാടിയും SSLC+2 ഡിഗ്രി വിജയികൾക്കുള്ള അനുമോദനവും മുതിർന്ന കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. RPS വൈസ് പ്രസിഡന്റ് G ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ RPS പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷനായി. പായം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പവിത്രൻ അനുമോദന ചടങ്ങ് നിർവഹിച്ചു. റബ്ബർ ബോർഡ് തലശ്ശേരി ADO ആൻസ് മാത്യു സബ്സിഡി വിതരണോദ്ഘാടനം നടത്തി. റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ കുമാരി റിൻഷ സുമയ്യ, വാർഡ് മെമ്പർ P പങ്കജാക്ഷി തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. വർഗീസ് ആന്റണി നന്ദി പറഞ്ഞു. റബ്ബറിന് ഒരു നല്ലൊരു കാലഘട്ടം വരുന്ന സമയമാണ്. എന്നിട്ട് നമ്മുടെ ആരുടെയും മുഖത്ത് ഒരു തെളിച്ചമില്ല. അപ്പൊ 250 എന്ന് പറയുമ്പോൾ ആ 250 2012 ഒരു ചരിത്രമാണ്. എല്ലാവരോടും പറയുമ്പോൾ 2011-12 കാലഘട്ടത്തിൽ ഒരു 250 ഒരു കുറച്ച് കാലഘട്ടം നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് റബ്ബർ വില ഇടിഞ്ഞ് 100-ലും 120-ലും എത്തി. ആ സമയത്താണ് നമ്മുടെ വിലസ്ഥിരത പദ്ധതിയിൽ കേരള സർക്കാർ, എനിക്കൊന്ന് ഇന്ത്യയിലാകെ കേരള സർക്കാരാണ് അത് മുന്നോട്ട് വന്നത്. മാറി മാറി വന്ന മുന്നണികളെല്ലാം അതിന് റബ്ബർ കർഷകരെ ചേർത്ത് പിടിച്ച് കാലാകാലങ്ങളിൽ സബ്സിഡി തുക വർദ്ധിപ്പിച്ച് ഇപ്പോൾ അത് 250-ല് വന്ന് നിൽക്കുകയാണ്. പക്ഷേ 250 എന്ന് പറയുമ്പോഴും അന്നത്തെ ഒരു 250-ഉം ഇന്നത്തെ 250-ഉം ആയിട്ടൊന്നും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖം അത്ര തെളിയാത്തതിന് കാരണം.